എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങൾ ഓർപ്പിക്കുന്നു. ദൈവിക കാര്യങ്ങളെ നാം അവഗണിക്കരുത്. നാം അതിനെ പരിഗണിച്ചാൽ പോരാ, അതിന് മുൻഗണന കൊടുക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. തുടർന്നുള്ള ചിന്താവിഷയം ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മുൻപേ ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നൊന്നായി നമുക്ക് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുക തന്നെ ചെയ്യും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇവയൊക്കെയും നിങ്ങൾക്ക് നൽകി തരാമെന്ന് കർത്താവ് നമ്മോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്തു തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്ന് നാളെയെക്കുറിച്ച് വിചാരപ്പെടുന്ന തൻ്റെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. മുൻപേ നീ അന്വേഷിക്കേണ്ട ഒരു കാര്യം അവിടുത്തെ രാജ്യമാണ്, അവിടുത്തെ നീതിയാണ്. വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ ആദിയിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഒന്നാം സ്ഥാനം, പ്രഥമ സ്ഥാനം, മുൻഗണന ദൈവത്തിനായിരിക്കണം. അതുകൊണ്ടല്ലേ ദൈവം ഇങ്ങനെ പറഞ്ഞത്, ആദ്യം ഒരു അടയുണ്ടാക്കി, മുൻപേ ഒരു അടയുണ്ടാക്കി ഏലിയാവിന് കൊടുക്കുക. പിന്നെ നിന്റെ കലത്തിലെ മാവ് കുറഞ്ഞു പോകാതെ, ഭരണിയിലെ എണ്ണ തീർന്നു പോകാതെ ദൈവം പരിപാലിക്കുന്ന ദൈവം അത്രേ. ആദിയിൽ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നീ ആത്മീയത്തിന് മുൻഗണന കൊടുത്താൽ പിന്നീട് നിനക്ക് ആവശ്യമുള്ള ഭൗതികവും ദൈവം തരുന്ന ദൈവമാണ്. രണ്ടാമത്തെ ചിന്ത മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ്. ആരാധനയ്ക്ക് മുൻപ് നീ സഹോദരനോട് നിരപ്പ് പ്രാപിക്കണമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, നാം കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ, നാം സഭായോഗത്തിന് കടന്നു പോകുമ്പോൾ, നാം ഒരു കൺവെൻഷന് പോകുമ്പോൾ അല്ല, നാം ഒരു യാഗം കഴിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ചാണ് നമുക്ക് ഓർമ്മ വന്നത്, എൻ്റെ സഹോദരന് എന്നോട് എന്തെങ്കിലും പരിഭവമുണ്ട്. ഒരുപക്ഷെ നമുക്ക് അവരോട് പരിഭവം ഇല്ലായിരിക്കാം, അവർക്ക് നമ്മോട് എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയാൽ നാം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ദൈവവചനം നമ്മെ വ്യക്തമായി മനസ്സിലാക്കി തരികയാണ്. നിന്റെ വഴിപാട്, നിന്റെ യാഗവസ്തു നീ അവിടെ വെച്ചിട്ട് നീ ഒന്നാമത് ചെയ്യേണ്ട കാര്യം, നീ മുൻപേ ചെയ്യേണ്ട കാര്യം, നീ ആദ്യം ചെയ്യേണ്ട കാര്യം, നീ ആദ്യമായി നിന്റെ സഹോദരനോട് നിരന്ന ശേഷം, നീ അവനോട് സമരസപ്പെട്ട ശേഷം പിന്നീടാണ് വന്ന് നീ യാഗം കഴിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, ആർക്കെങ്കിലും നമ്മളോട് ഇടർച്ചയുണ്ടെന്ന്, ആർക്കെങ്കിലും നമ്മളോട് ശത്രുതാ മനോഭാവമുണ്ടെന്ന് നമുക്ക് ഓർമ്മ വന്നാൽ നാം അവരോട് നിരപ്പ് പ്രാപിക്കാൻ ഈ വർഷത്തിൻ്റെ അവസാന ദിവസം 31-ാം തീയതി ഡിസംബർ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, മുമ്പിലെ കണ്ണിലെ കോൽ എടുത്തു കളഞ്ഞ ശേഷം പിന്നെ വന്ന് നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുക്ക് എന്ന് കർത്താവ് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ കുറവുകളും പിഴവുകളും എത്ര വലിയ വീഴ്ചകളും അപരാധങ്ങളും വെച്ചുകൊണ്ടാണ് നിസ്സാര കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ക്രൂശിക്കുകയും വിധിച്ചു തള്ളുകയും നിന്ദിക്കുകയും അവരെ നാം ഇടിച്ചു താഴ്ത്തുകയും ചെയ്യുന്നത്. കർത്താവ് പറയുകയാണ്, നിന്റെ കണ്ണിൽ നെടുനീളത്തിൽ വലിയ കോല് കിടക്കുക, നീ അത് കാണുവാൻ കഴിയാതെ, നീ അതെടുക്കാതെ നീ നിന്റെ സഹോദരനോട് നില്ല്, ആമേൻ, ഞാൻ ആ കരടെടുക്കട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? അതുകൊണ്ട് ആമേൻ, മറ്റുള്ളവരെക്കാൾ നാം പാപികളാണ്, അല്ലെ മറ്റുള്ളവരെക്കാൾ നാം അവിശ്വസ്തരാണ്, മറ്റുള്ളവരെക്കാൾ നാം അപ്രയോജന ദാസന്മാരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണുവാൻ, മറ്റുള്ളവർ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് ദാവീദ് പറഞ്ഞതുപോലെ ആമേൻ, നാം മറ്റുള്ളവരുടെ നന്മയും മറ്റുള്ളവരുടെ അനുഗ്രഹം കൂടെ നോക്കിക്കൊണ്ട് അവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കണ്ണിലെ കോലെടുക്കാതാണ് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ ഇന്നുവരെ നാം ശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന് നാം മറന്നു പോകരുത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇഹലോകത്തിൽ താൻ തൻ്റെ ശുശ്രൂഷ നിവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ ചിലരെല്ലാം കൂടി പാപകർമ്മത്തിൽ പിടിക്കപ്പെട്ടിരുന്ന ഒരു സ്ത്രീയെ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ഇങ്ങനെ പറയുകയാണ്, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് മോശയുടെ ന്യായപ്രമാണം പറയുകയാണ്. കർത്താവ് പറഞ്ഞൊരു കാര്യം,
നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി ഓരോരുത്തൻ മൂത്തവൻ തൊട്ട് അവൻ വിട്ടുപോയതായി നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അതുകൊണ്ട് അവൻ ഇന്നത്തെ ചിന്താവിഷയം അവൻ ഇങ്ങനെയായി തീരട്ടെ. നമ്മൾ അവൻ മറ്റുള്ളവരെ വിധിക്കുവാൻ, കല്ലെറിയുവാൻ നമ്മൾ യോഗ്യരല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അയോഗ്യരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അപ്രയോജനദാസന്മാരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിധിക്കാതിരിപ്പാൻ നമുക്ക് ശ്രമിക്കാം. അതുകൊണ്ടല്ലേ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന ആ ശതാധിപൻ ഇങ്ങനെ പറഞ്ഞത്, കർത്താവേ, അവിടുന്ന് എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ടല്ലേ യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞത്, അവിടുത്തെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ എനിക്ക് യോഗ്യനല്ല. പൗലോസ് അതുകൊണ്ടല്ലേ പറഞ്ഞത്, അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യൻ അല്ല. അതുകൊണ്ടല്ലേ ധൂർത്തപുത്രൻ പറഞ്ഞത്, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ, ധൂർത്തപുത്രൻ പറഞ്ഞതുപോലെ, പൗലോസ് പറഞ്ഞതുപോലെ, ആ ശതാധിപൻ പറഞ്ഞതുപോലെ നമുക്കും പറയാം, മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും കരടെടുപ്പാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അതിനേക്കാൾ ഉപരി നമ്മെ തന്നെ ശുദ്ധീകരിപ്പാനും മുമ്പേ ആദ്യം തന്നെ നമുക്ക് ഒരുങ്ങാം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 25-26 വാക്യത്തിൽ കർത്താവ് പറയാണ്, കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുമ്പ് നീ അതിൻ്റെ അകം വെടിപ്പാക്കുക. വെള്ളതേച്ച ശവക്കല്ലറുകളെ എന്ന് കർത്താവ് ഒരു ഭാഗത്ത് വിളിക്കുന്നുണ്ട്. ശവക്കല്ലറ് മാർബിളിട്ടിട്ടുണ്ട്, വെള്ള തേച്ചിട്ടുണ്ട്, വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. കിണ്ടികിണ്ണങ്ങളെ നിങ്ങൾ നോക്കുക, പുറമെ വെട്ടിത്തിളങ്ങുക, പക്ഷെ അതിൻ്റെ അകത്ത് ക്ലാവ് പിടിച്ച് ഉപയോഗശൂന്യമായി തീർന്നിരിക്കുകയാണ്. അതുപോലെയല്ലേ നമ്മുടെ പലരും ജീവിതങ്ങൾ. വെള്ളതേച്ച ശവക്കല്ലറ പോലെയല്ലേ നാം. സ്തോത്രം. പുറമേ നോക്കുമ്പോൾ എനിക്ക് ക്ലീൻ ഷേവ് ഉണ്ട്, ക്ലോസപ്പ് ചിരിയുണ്ട്, വെള്ള ഉടുപ്പുണ്ട്, മറ്റുള്ളവർ നോക്കുമ്പോൾ പക്ക ഞാനൊരു ആത്മീകനായി നിൽക്കുകയാണ്. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ ഞാൻ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് സർട്ടിഫൈ ചെയ്യുന്നു എന്നുള്ളതല്ല, മറ്റുള്ളവർ എനിക്ക് എങ്ങനെ മാർക്കിടുന്നു എന്നുള്ളതല്ല, മറ്റുള്ളവർ എന്നെ എങ്ങനെ പ്രശംസിക്കുന്നു എന്നുള്ളതല്ല, എൻ്റെ കർത്താവ് എന്നെ പ്രശംസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്ന് ലൈക്കുകളുടെയും കമൻറ്റിൻ്റെയും ഒക്കെ ഒരു കാലയളവാണല്ലോ. നമ്മുടെ കർത്താവ് നമ്മെ ലൈക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും, കർത്താവ് നമ്മളെക്കുറിച്ച് എന്ത് കമൻറ്റ് പറയുന്നു എന്നുള്ളതുമായിരിക്കട്ടെ നമ്മുടെ ചിന്താവിഷയം. അഞ്ചാമതായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങൾ കർത്താവ് പറയുന്നത് 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലാണ്. മുമ്പേ നിങ്ങൾ കർത്താവിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുക എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കർത്താവിന് സമർപ്പിച്ചു കൊടുത്ത വ്യക്തിയാണോ? കർത്താവിന് ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയാണോ? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം ഇനി നടക്കട്ടപ്പ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് അനുതാപത്തോടെ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? അതാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിലൂടെ ഓർപ്പിക്കുന്നത്. മുമ്പേ, എല്ലാറ്റിൻ്റെയും മുമ്പേ, സകലത്തിന് മുമ്പേ നിങ്ങൾ നിങ്ങളെ തന്നെ കർത്താവിന് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. 6ാമത്തെ ചിന്ത എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലാണ്. ഭൂമിയുടെ വിളവുകളുടെ ആദ്യ ഫലം നിങ്ങൾ കർത്താവിന് കൊടുക്കണം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു ഭാഗത്തിൽ ആദ്യ തരിമാവ് കർത്താവിന് വേർതിരിക്കണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേലിനോടും ദൈവം പറഞ്ഞു അത് തന്നെയാണ്, ഇസ്രായേലെ കേൾക്ക, നിന്റെ കടിഞ്ഞൂലൊക്കെയും യഹോവയ്ക്ക് ഉള്ളതാകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞൂലുകളിൽ നിന്നാകട്ടെ, മൃഗഫലങ്ങളിൽ നിന്നാകട്ടെ, നമ്മുടെ കൃഷിഫലങ്ങളിൽ നിന്നാകട്ടെ, നമ്മുടെ നേരിയ മാവ് പോലുമാകട്ടെ, അതിൻ്റെ ആദ്യ ഭാഗം നാം കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടത് ആവശ്യമാണ്. നിന്റെ എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ട് അവനെ ബഹുമാനിക്കുക എന്ന് ദൈവത്തിൻ്റെ വചനം ഉണ്ടല്ലോ. അതുകൊണ്ട് കർത്താവിനെ നമ്മുടെ എല്ലാ നന്മയിലെ ആദ്യ ഭാഗം കർത്താവിന് കൊടുക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യഹൂദൻ വീട് പണിയുമ്പോൾ അവൻ്റെ വീടിൻ്റെ മുകളിലായിട്ട് ഒരു മാളികമുറി പണിയാറുണ്ട് എന്ന് നമുക്ക് അറിയാമല്ലോ. മിഷ്മേറത്ത എന്നാണ് അതിൻ്റെ അപ്പർ റൂമിന് വിളിക്കുന്ന പേര്. ടവർ എന്ന് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്താം. കൊത്തളം എന്ന മലയാളത്തിൽ ഹബക്കുക്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും മുകളിലായി പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ നാമും ആദ്യം കർത്താവിന് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ നന്മകളുടെയും എല്ലാ വിളവുകളുടെയും എല്ലാത്തിൻ്റെയും ആദ്യ ഫലം കർത്താവിന് കൊടുപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
ഒടുവിലായിട്ട് 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഓർപ്പിക്കുകയാണ്, സകലത്തിനും മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിപ്പീൻ. സഭാജനങ്ങളെ, നിങ്ങളുടെ കൂട്ടുവിശ്വാസികളെ, എല്ലാറ്റിനും മുമ്പേ നിങ്ങൾ ഉറ്റ സ്നേഹം ഉള്ളവരാണോ തമ്മിലെന്ന് ഇന്ന് ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. അവൻ കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിപ്പാൻ കഴിയും? അതുകൊണ്ട് തന്നെ അവൻ സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മുൻപേ ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രാഥമികമായി നാം പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾ, അവയെക്കുറിച്ചാണല്ലോ ഇന്നത്തെ നാം ചിന്തിച്ചത്. കർത്താവിൻ്റെ വചനം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ വചനവും ശ്രദ്ധിപ്പാനും അവൻ മുൻഗണന കൊടുക്കേണ്ട കാര്യത്തിന് മുൻഗണന കൊടുക്കാനും പരിഗണന കൊടുക്കേണ്ട കാര്യത്തിന് പരിഗണന കൊടുക്കാനും അവഗണിച്ച് കളയേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും ഐശ്വര്യമായി സഹായിക്കണമേ. ഞാനവരെ ബ്ലസ് ചെയ്യുന്നു. അവിടെ പ്രാർത്ഥന വിഷയത്തിൻ്റെ മേൽ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരം നന്മ കൊണ്ട് നിറയ്ക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ അപ്രകാരം ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. ഏകദേശം 90 വീഡിയോയോളം ഞങ്ങൾ ഇതിനോടകം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പഴയ മെസ്സേജുകൾ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. അല്ല, കർത്താവ് ആയുസ്സ് തരുന്ന സമയം വരെയും ഓരോ ദിവസവും പുതിയ പുതിയ സന്ദേശങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുവാൻ കഴിയും. ഇത് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. കർത്താവ് നമ്മേവരെയും സഹായിക്കട്ടെ. ആമേൻ. God bless you.